ഹായ് ഓൾ, ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പവർ ടില്ലറിനെ കുറിച്ചാണ്. സോ പവർ ടില്ലർ ഈസ് എ വാക്കിംഗ് ടൈപ്പ് ട്രാക്ടർ. നമുക്ക് ട്രാക്ടർ അറിയാമല്ലേ? അപ്പോൾ ട്രാക്ടറിൻ്റെ ഒരു ചെറിയൊരു വേർഷനാണ് പവർ ടില്ലർ. ഇതിൽ നമ്മളിത് ഓപ്പറേറ്റ് ചെയ്യുന്ന ആൾ ഇതിൻ്റെ പിറകെ നടന്നിട്ടാണ് ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നത്. സോ ഇറ്റ് ഈസ് നോൺ ആസ് വാക്കിംഗ് ടൈപ്പ് ട്രാക്ടർ. ഇറ്റ് ഈസ് ഹാവിങ് 2 wheels ആൻഡ് ഇറ്റ് ഈസ് മെയിൻലി യൂസ്ഡ് ഫോർ പഡ്ലിംഗ് ഓപ്പറേഷൻ. വാക്കിംഗ് ടൈപ്പ് ആണ്, 2 wheels ആണ്, പഡ്ലിംഗ് ഓപ്പറേഷനാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ പഡ്ലിംഗ് ഓപ്പറേഷന് യൂസ് ചെയ്യുന്നതിന് കൂടാതെ തന്നെ വേറെയും പല ആവശ്യങ്ങൾക്ക് പവർ ടില്ലർ യൂസ് ചെയ്യും. ഫോർ എക്സാമ്പിൾ സോയിങ് ഓപ്പറേഷന് വേണ്ടി യൂസ് ചെയ്യും, ഹാർവെസ്റ്റിംഗ് ഓപ്പറേഷന് വേണ്ടി യൂസ് ചെയ്യും, പിന്നെ സീഡിങ് ഓപ്പറേഷന് വേണ്ടി യൂസ് ചെയ്യും. അങ്ങനെ പല തരത്തിലുള്ള പമ്പിങ് ഓപ്പറേഷന് വേണ്ടി യൂസ് ചെയ്യും. അങ്ങനെ പലവിധ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. ഇതിൻ്റെ എൻജിൻ ഒരു സിംഗിൾ സിലിണ്ടർ എൻജിനാണ്. യൂഷ്വലി ഡീസലാണ് യൂസ് ചെയ്യുക. എയർ ഓർ വാട്ടർ കൂൾഡ് എൻജിനാണ്. 8 to 15 HP ആണ് അതിൻ്റെ ഹോഴ്സ് പവർ. ഇനി നമ്മുടെ നാട്ടിൽ പല കമ്പനിയുടെയും പവർ ടില്ലർ അവൈലബിൾ ആണ്. അതിൽ നമുക്ക് അറിയേണ്ടത് ഒന്നിനെ കുറിച്ചാണ് ക്യാംകോ. ക്യാംകോയുടെ പവർ ടില്ലറും നമ്മുടെ നാട്ടിൽ അവൈലബിൾ ആണ്. ഇപ്പോൾ ഈ സെക്കൻഡ് ഫിഗർ ക്യാംകോയുടെ പവർ ടില്ലറാണ്. ഇനി വാട്ട് ആർ ദ മെയിൻ കമ്പോണൻറ്റ്സ് ഓഫ് എ പവർ ടില്ലർ? പവർ ടില്ലറിൻ്റെ മെയിൻ കമ്പോണൻറ്റ് engine, suppose over here, then transmission gear ഉണ്ട്, then clutches ഉണ്ട്, brakes ഉണ്ട്, പിന്നെ ഒരു റോട്ടറി യൂണിറ്റ് ഉണ്ട്. അങ്ങനെ 5 പാർട്ടാണ് പവർ ടില്ലറിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. സോ ഫസ്റ്റ് വൺ എൻജിൻ. ഇതിൻ്റെ അകത്ത് എല്ലാത്തിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നില്ല, ജസ്റ്റ് ടച്ച് ചെയ്ത് പോകുന്നേ ഉള്ളൂ. കമൻറ്റ് ചെയ്യുക ഏതൊക്കെ പോർഷനെ കുറിച്ച് വേണം, അതിനനുസരിച്ച് നെക്സ്റ്റ് വീഡിയോ പ്രിപ്പയർ ചെയ്യാം. അപ്പം എൻജിൻ ബേസിക്കലി ഇതൊരു ഇൻറ്റേർണൽ കമ്പഷൻ എൻജിനാണ്. അപ്പോൾ എൻജിൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഇറ്റ് ഈസ് എ മെയിൻ ബ്ലോക്ക് വിൽ ബി എ സിലിണ്ടർ ഹാവിങ് എ പിസ്റ്റൺ ഇൻസൈഡ്. പിസ്റ്റൺ എന്ന പവർ കണക്റ്റിംഗ് റോഡ് വഴി ക്രാങ്ക് ഷാഫ്റ്റിലേക്ക് എത്തും. whenever the crankshaft start rotating, the power is transmitted to the flywheel. So from the flywheel this power has to be distributed. അപ്പം ഇവിടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് whatever the power available at the flywheel will be distributed to the main clutch. The main clutch is at the handle of the ഓപ്പറേറ്റർ. അപ്പോൾ ഓപ്പറേറ്ററാണ് മെയിൻ ക്ലച്ച്. അവിടെ നിന്ന് ഓപ്പറേറ്റ് ചെയ്യുന്നതിനനുസരിച്ച് ഈ പവർ എങ്ങോട്ടാണ് പോകേണ്ടത് അതിനനുസരിച്ച് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. അപ്പം മെയിൻ ക്ലച്ചിലേക്ക് എഞ്ചിന് പവർ പോവുക യൂഷ്വലി ത്രൂ എ ബെൽറ്റ് ഓർ ചെയിനാണ്. സാധാരണ നമ്മൾ നോർമലി എല്ലാ പവർ ടില്ലേഴ്സിലും കണ്ടിരിക്കുന്നത് ഒരു വി ബെൽറ്റാണ്. അപ്പം വി ബെൽറ്റ് അല്ലെങ്കിൽ ചെയിൻ യൂസ് ചെയ്തിട്ട് എഞ്ചിനുള്ള പവർ ഫ്ലൈവീലിൽ നിന്ന് നേരെ മെയിൻ ക്ലച്ചിലേക്ക് പോകും. ഫ്രം ദ മെയിൻ ക്ലച്ച് ദിസ് പവർ ഗോസ് ഇൻ 2 directions. നമുക്ക് 2 മെയിൻ ഓപ്പറേഷൻ ഉണ്ട് ഒരു പവർ ടില്ലറിൽ. അതുകൊണ്ട് തന്നെ ഈ പവർ രണ്ടായിട്ട് 2 ആവശ്യങ്ങളിലേക്ക് വഴിതിരിച്ച് പോകും. സോ ദ ഫസ്റ്റ് വൺ ഈസ് ടു ഡ്രൈവ് ദി ടില്ലർ. അപ്പം വീൽ മൂവ്മെൻറ്റ് വേണം, അതിന് വേണ്ടിയിട്ട് ഈ പവർ പോകണം. സോ ഫ്രം ദ മെയിൻ ക്ലച്ച് വാട്ട് എവർ ദ പവർ അവൈലബിൾ ദ മെയിൻ ക്ലച്ച് വിൽ ഗോ ടു ദി ട്രാൻസ്മിഷൻ ഗിയർ. ട്രാൻസ്മിഷൻ ഗിയറിലേക്ക് പോകാൻ കാരണം ട്രാൻസ്മിഷൻ ഗിയറാണ് ഈ പവർ കിട്ടുന്ന പവറിന് നമുക്ക് എത്രയാണോ വെലോസിറ്റി വേണ്ടത്, എത്രയാണോ വീലിലേക്ക് ടോർക്ക് വേണ്ടത്, അതിനനുസരിച്ച് ട്രാൻസ്ഫർ ചെയ്ത് വീലിലേക്ക് എത്തുന്നത്. കാരണം നമുക്ക് റോഡിൽ ഓടുന്ന ഒരു വെഹിക്കിളിനെ പോലെ അത്രയും വെലോസിറ്റി ടില്ലറിലേക്ക് വേണ്ട. അപ്പം സ്പീഡ് കുറച്ച് ടോർക്ക് കൂട്ടാൻ വേണ്ടി ട്രാൻസ്മിഷൻ ഗിയേഴ്സ് യൂസ് ചെയ്യും. സോ ഫ്രം ദ ട്രാൻസ്മിഷൻ ഗിയർ ഇറ്റ് ഗോസ് ടു ദ സ്റ്റിയറിംഗ് ക്ലച്ച്. അപ്പം ഹാൻഡിലിൽ ഒരു മെയിൻ ക്ലച്ച് ഉണ്ട്, കൂടാതെ ഒരു സ്റ്റിയറിംഗ് ക്ലച്ച് ഉണ്ട്. അപ്പോൾ സ്റ്റിയറിംഗ് ക്ലച്ച് ഓപ്പറേറ്റ് ചെയ്യുന്നതനുസരിച്ച് പവർ ടില്ലർ ഏത് ഡയറക്ഷനിലേക്ക് പോകേണ്ടത് അതിനനുസരിച്ച് പോകും. ആ സ്റ്റിയറിംഗ് ക്ലച്ച് ഓപ്പറേറ്റ് ചെയ്യുന്നതിനനുസരിച്ച് ബാക്കി വീല് റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ സോ ഫ്രം ദ ട്രാൻസ്മിഷൻ ഗിയർ ഇറ്റ് ഗോസ് ടു ദ സ്റ്റിയറിംഗ് ക്ലച്ച് ആൻഡ് ദെൻ ടു ദി വീൽ. ഇത് ഡ്രൈവിംഗ് പവറാണ്. നെക്സ്റ്റ് ടില്ലിംഗ് ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള യൂസ് ചെയ്യുന്ന പവർ അഗെയിൻ ഫ്രം ദ മെയിൻ എൻജിൻ ടു മെയിൻ ക്ലച്ച്. മെയിൻ ക്ലച്ചിൽ നിന്ന് ഇത് നേരെ പോവുക ടില്ലിംഗ് ക്ലച്ചിലേക്കാണ്. ടില്ലിംഗ് ക്ലച്ചിൽ നിന്ന് ടില്ലിംഗ് അറ്റാച്ച്മെൻറ്റിലേക്ക്. അപ്പോൾ അവിടെ ഓപ്പറേറ്റ് ചെയ്യുന്നതനുസരിച്ച് ടില്ലിംഗ് ക്ലച്ച് അറ്റാച്ച്മെൻറ്റ്സ് വർക്ക് ചെയ്യും. അപ്പോൾ 2 ആവശ്യത്തിന്, വൺ ഫോർ ദ മൂവ്മെൻറ്റ് ഓഫ് ദ ടില്ലർ ആൻഡ് ദെൻ ഫോർ ദ ഓപ്പറേഷൻ ഓഫ് ദി ടില്ലിംഗ് അറ്റാച്ച്മെൻറ്റ്. ഇനി വി ബെൽറ്റ് പുള്ളിയാണ് എഞ്ചിനിൽ നിന്ന് മെയിൻ ക്ലച്ചിലേക്ക് പവർ കൊടുക്കുന്നതെന്ന് പറഞ്ഞു. സോ ദ മെയിൻ ക്ലച്ച് വിൽ ബി ഓൺ ദി ഹാൻഡിൽ ഒരു ലിവറായിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ ഈ ലിവർ ടു ആൻഡ് ഫ്രോ നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് തന്നെ ഇതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് മൂവ് ചെയ്യാം. അപ്പോൾ ഷിഫ്റ്റ് ടു ഓൺ ആൻഡ് ഷിഫ്റ്റ് ടു ഓഫ് പൊസിഷൻ എന്ന് പറയാം. whenever the shift to on position is kept, the power from the engine will be transmitted to the various parts of the power tiller. ഇനി ഷിഫ്റ്റ് ഓഫ് ആണെങ്കിൽ പവർ എഞ്ചിനിൽ നിന്ന് ബാക്കിയുള്ള പോർഷനിലേക്ക് പാസ് ചെയ്യുന്നത് കട്ട് ചെയ്യും.
ഇപ്പോൾ ഷിഫ്റ്റ് ഓൺ ആണെങ്കിൽ വർക്ക് ചെയ്യും, ഷിഫ്റ്റ് ഓഫ് ആണെങ്കിൽ വർക്ക് ചെയ്യില്ല. ഇനി നമുക്ക് ഈ ക്ലച്ച് രണ്ട് തരമുണ്ട്. വൺ ഈസ് ഫ്രിക്ഷൻ ക്ലച്ച്, ദ അതർ വൺ ഈസ് വി ബെൽറ്റ് ടെൻഷൻ ക്ലച്ച്. അപ്പോൾ ഫ്രിക്ഷൻ ക്ലച്ചാണ് മെയിൻലി വലിയ ട്രാക്ടേഴ്സിലൊക്കെ യൂസ് ചെയ്യുന്ന കണ്ടിട്ടുള്ളത്. മറ്റേത് മിനി പവർ ടില്ലേഴ്സൊക്കെ ഉണ്ട്, അതായത് പറമ്പൊക്കെ തെങ്ങിൻതോപ്പൊക്കെ കളിച്ച് കളയൊക്കെ മാറ്റാൻ യൂസ് ചെയ്യുന്ന മെയിൻലി ടില്ലേഴ്സ്, അതിലാണ് വി ബെൽറ്റ് ടെൻഷൻ ക്ലച്ച് കണ്ടിട്ടുള്ളത്. അപ്പോൾ ഫ്രിക്ഷൻ ക്ലച്ചാണ് മെയിൻലി ബിഗർ പവർ ടില്ലേഴ്സിൽ യൂസ് ചെയ്യുന്നത്. ഇനി ട്രാൻസ്മിഷൻ ഗിയറിൻ്റെ പേർപ്പസ് പറഞ്ഞു, ടു റെഡ്യൂസ് ദ സ്പീഡ് ആൻഡ് ഇൻക്രീസ് ദ ടോർക്ക്. അതിനുവേണ്ടി അതിൻ്റെ അകത്ത് ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ഗിയേഴ്സ്, ഷാഫ്റ്റ് ആൻഡ് ബിയറിങ്സ്. ഇനി ടയറിൻ്റെ ന്യൂമാറ്റിക് പ്രഷർ 1.1 to 1.4 kg/cm², ആണ്. ഈ വാല്യൂ ഓർക്കണം. ഇനി പവർ ടില്ലറിൽ യൂസ് ചെയ്യുന്ന ബ്രേക്ക്, എല്ലാ വർക്കിംഗ് മെഷീൻസിലും ഒരു ബ്രേക്ക് വേണം ടു സ്റ്റോപ്പ് ദി എഞ്ചിൻ, റൈറ്റ്? സോ മൂവ്മെൻറ്റ് ഓഫ് ദി വെഹിക്കിൾ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ഇൻസൈഡ് എക്സ്പാൻഷൻ ടൈപ്പ് ബ്രേക്കാണ് യൂസ് ചെയ്യുന്നത്. ഇന്നർ സൈഡ് എക്സ്പാൻഷൻ ടൈപ്പ് ബ്രേക്ക്. അപ്പം പലതരം ബ്രേക്ക് ഉണ്ട്. അത് ബ്രേക്ക് സിസ്റ്റം വർക്ക് പറയുമ്പം പറയാം. ഇവിടെ യൂസ് ചെയ്യുന്ന ബ്രേക്ക് എന്ന് പറയുന്നത് ഇന്നർ സൈഡ് എക്സ്പാൻഷൻ ടൈപ്പ് ബ്രേക്കാണ്. ഇനി യൂസ് ചെയ്യുന്ന ടില്ലിംഗ് അറ്റാച്ച്മെൻറ്റ്, അതിന് നമ്മൾ റോട്ടറി ടൈൻസ് എന്ന് പറയും. ഇറ്റ് ഈസ് മെയിൻലി യൂസ്ഡ് ഫോർ സോയിൽ കട്ടിംഗ് ആൻഡ് പൾവറൈസിങ്. ഓക്കെ, അപ്പോൾ അത് 3 തരത്തിലുണ്ട്. സ്ട്രെയിറ്റ് ടൈൻസ് ഉണ്ട്, കർവ്ഡ് ടൈൻസ് ഉണ്ട്, സ്ലൈഡിങ് ടൈൻസ് ഉണ്ട്. ഇനി ഹാൻഡിൽ പറഞ്ഞു, മെയിൻ ക്ലച്ച് ഉണ്ട്, സ്റ്റിയറിംഗ് ക്ലച്ച് ഉണ്ട്, അല്ലേ? ഈ സ്റ്റിയറിംഗ് ക്ലച്ച് 2 ഹാൻഡിലുണ്ടാവും. സ്റ്റിയറിംഗ് ക്ലച്ച് 2 ഹാൻഡിലുണ്ടാവും. സോ ഇഫ് യു ഗ്രിപ്പ് ദി ലെഫ്റ്റ് സൈഡ് ഹാൻഡിൽ, അല്ലെങ്കിൽ ലെഫ്റ്റ് സൈഡ് സ്റ്റിയറിംഗ് ക്ലച്ചാണ് നമ്മൾ ഗ്രിപ്പ് ചെയ്യുന്നതെങ്കിൽ ആ സൈഡിലേക്കുള്ള പവർ കട്ട് ഓഫ് ആവും. അപ്പോൾ ലെഫ്റ്റ് സൈഡിലെ പവർ കട്ട് ഓഫ് എന്ന് പറയുമ്പോൾ ലെഫ്റ്റ് സൈഡിലെ വീലിന് മൂവ്മെൻറ്റ് ഇല്ല, റൈറ്റ് സൈഡിലെ വീലിൽ തന്നെയായിരിക്കും മൂവ്മെൻറ്റ്. സോ ദ വീൽ, ലെഫ്റ്റ് വീല് സ്റ്റോപ്പ് ചെയ്യുമ്പോൾ റൈറ്റ് വീല് മാത്രം റൊട്ടേറ്റ് ചെയ്യുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? ദ പവർ ടില്ലർ ടേൺസ് ടു ദി ലെഫ്റ്റ്. ഇനി റൈറ്റ് സൈഡ് സ്റ്റിയറിംഗ് ക്ലച്ചാണ് നമ്മൾ ഗ്രിപ്പ് ചെയ്യുന്നെങ്കിൽ റൈറ്റ് സൈഡ് സ്റ്റോപ്പ് ആവും, ലെഫ്റ്റ് സൈഡ് ആയിരിക്കും മൂവ് ചെയ്യുന്നത്. സോ ദ ടില്ലർ ടേൺസ് ടു റൈറ്റ്. അതാണ് സ്റ്റിയറിംഗ് ക്ലച്ച് ലിവറിൻ്റെ ഒരു ഫങ്ഷൻ. ഇനി ഇവിടെ ഞാൻ തന്നിരിക്കുന്ന ഒരു ടിപ്പിക്കൽ പവർ ടില്ലർ വിത്ത് കേജ് വീൽ അറ്റാച്ച്മെൻറ്റാണ് തന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ പാർട്സൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക. അപ്പം മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്കത് കൂടുതലൊന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ആ പോർഷൻസൊക്കെ ഞാൻ എന്ത് ചെയ്തിരിക്കുന്നു, താഴെ മാർക്ക് ചെയ്തിട്ടുണ്ട്. വീഡിയോ ഒന്ന് പോസ് ചെയ്യുക, എല്ലാ കമ്പോണൻസും മനസ്സിലാക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ അത് പറഞ്ഞു പോവാം.